അങ്ങനെ ഒട്ടും പ്ലാൻഡ് അല്ലാതെ രാവിലെ തന്നെ ഒരു പുത്തനത്താണി പോക്ക് ഇരുന്നിട്ട് വേറെ ഒന്നല്ല കല്ലുൻ്റെ മുടി ഒന്ന് മോഡലാക്കാനായിട്ട് നോക്കിയാണ്. മോഡലാക്കാൻ നോക്കിയപ്പോൾ അത് മേലോട്ട് കയറിയപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ നാച്ചുറൽസിക്ക് വന്നു. പിന്നെ അവളുടെ മുടി ഞാൻ ബോയ് കട്ട് ചെയ്യാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, അവളുടെ തലയിൽ നിറയെ താരനുണ്ട്, പിന്നെ മുടി ഉള്ളു കുറവാണ്. അപ്പോൾ ഏട്ടൻ്റെ അമ്മൂൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ വളരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒന്ന് സംഭവിച്ചപ്പോൾ പെട്ടെന്ന് പോകുന്നു മുടി വെട്ടാനായിട്ട്. അവിടെയാണെങ്കിൽ ഒട്ടും പ്ലാൻഡ് അല്ലാതെ വന്നതുകൊണ്ട് തന്നെ 1 മണി വരെ ബുക്കിടാണ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നതാണ്. പിന്നെ അതിൻ്റെ അടുത്തുള്ള പാനറ്റ് എന്ന് പറഞ്ഞ കടയിൽ വന്നു എനിക്ക് ഷൂ വാങ്ങിക്കാനായിട്ട്. ഷൂ വാങ്ങിക്കേണ്ടത് അത്യാവശ്യ ഘട്ടമായതുകൊണ്ട് തന്നെ എനിക്ക് വാങ്ങിക്കുകയും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷൂ യൂസ് ചെയ്യാറില്ല. കാരണം എൻ്റെ കാലിനൊത്ത ഷൂ എനിക്ക് കിട്ടാറില്ല. എനിക്ക് ഏത് കടയിൽ കയറിയാലും എനിക്ക് ഷൂ കിട്ടില്ല. പിന്നെ എന്തൊക്കെയോ കുറേ തിരഞ്ഞപ്പോൾ ഒരു ഷൂ കിട്ടി. അതിൻ്റെ ഒരു പിങ്കാണ് ഞാൻ എടുത്തത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഹെയർ കട്ട് ചെയ്യാനായിട്ടുണ്ട് പോരുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നല്ല മഴയായിരുന്നു പുറത്ത്. അങ്ങനെ ഉള്ളിൽ കയറി അവളുടെ മുടി വെട്ടുമ്പോൾ എനിക്കാകെ ടെൻഷനായിരുന്നു. കാരണം വേറൊന്നല്ല, അത്രയുള്ള മുടി നമ്മൾ പെട്ടെന്ന് ബോയ് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കണം, എന്തായിരിക്കും അവളുടെ ഫേസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ വെട്ടിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. സുന്ദരി കുട്ടി, സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഒരു ചെറിയൊരു ആൺകുട്ടി ആയതുപോലെയുണ്ട്. അവർ തോനെ മുടിയുള്ളപ്പോൾ ഒരു വലിയ കുട്ടിയെ പോലെ ആയിരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയായ പോലെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കേണ്ടത് വാങ്ങിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ.